محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും സട്ടാവും നിയന്താവുമായ നമ്മോട് അങ്ങേയറ്റം കരുണ കാണിക്കുന്ന അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, അനീതിക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിഗത തലങ്ങളിലും സാമൂഹ്യ മേഖലയിലും അനീതികളും അസമത്വങ്ങളും വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ നിത്യ ജീവിതത്തിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശ്വാസികളായ നമ്മൾ സമൂഹത്തിൽ നീതി സ്ഥാപിക്കണം എന്നുള്ള ഒരു വലിയ നിർദ്ദേശമാണ് ഇസ്ലാമിന് നമ്മോട് പറയാനുള്ളത്. വിശ്വാസികൾ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ടവരാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകം മുഴുവൻ അങ്ങനെയാണ്, നാടങ്ങനെയാണ്. ഇപ്പൊ ഞാൻ മാത്രം നന്നായിട്ട് എന്താ കാര്യം? ഇത് പലരിൽ നിന്നും പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സംസാരമാണ്, കൂടക്കൂടികളാവുന്ന ഒരു രീതി. എന്നാൽ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കണം എന്ന് പറയുന്നിടത്ത് ആ നീതിക്ക് സാക്ഷ്യം നിൽക്കുന്ന വ്യക്തികൾ കുറെ എണ്ണമുണ്ടാവണമെന്നേ പറഞ്ഞിട്ടുണ്ട്. തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യമായി ദഅവത്ത് ചെയ്തത് സ്വന്തം പിതാവ് ആസറിനോടാണ്. കാണാത്ത, കേൾക്കാത്ത, പ്രതികരിക്കാത്ത പ്രതിമകളോട് ആരാധന നടത്തുന്ന വ്യർത്ഥമായ കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി സ്വന്തം പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപദേശിച്ചു. ആ സമയത്ത് അദ്ദേഹം ഒറ്റക്കാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഖലീലായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ പ്രവാചകനിൽ നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട്. അതേ മില്ലത്തിന്റെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാ വൽ മുൻകർ
വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. ഈ ഓതിക്കേൽപ്പിച്ച വചനം സൂറത്ത് നഹ്ലിലെ 90-ാമത്തെ വചനാണ്. തീർച്ചയായും നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യാനും നന്മ ചെയ്യാനും കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കാനും കൽപ്പിക്കുന്നു, ദാനം ചെയ്യാൻ കൽപ്പിക്കുന്നു. നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെക്കുറിച്ചും അല്ലാഹു നിരോധിക്കുകയും ചെയ്യും. നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ്. സൂറത്തുൽ നഹ്ലിലുള്ള ഈ ഉപദേശം സഹോദരങ്ങളെ, നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്തരമുള്ള ഒരായത്ത്, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത് ആയത്തുൽ കുർസിയെ കുറിച്ചാണ്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അടങ്ങിയ തൗഹീദ് സ്ഥാപിക്കുന്ന ഏകദൈവാരാധനയുടെ പ്രാധാന്യം സമർപ്പിക്കുന്ന ഒരായത്താണ് ആയത്തുൽ കുർസി. എന്നാൽ നന്മയും തിന്മയും ഏറ്റവും അധികം ഉൾക്കൊള്ളുന്ന ആയത്ത് സൂറത്തുൽ നഹ്ലിലുള്ള നേരത്തെ ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ കാര്യങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ ഏറ്റവും നന്നായി പ്രേരിപ്പിക്കുന്ന ആയത്ത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്ന സൂറത്തു ത്വലാഖിലുള്ള ആയത്താണ്. ആരെങ്കിലും അള്ളാഹുവെ സൂക്ഷിക്കുകയാണെങ്കിൽ ആ സൂക്ഷിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു ഒരു മഖ്റജ്, ഒരു പോംവഴി, ഒരു തുറവി നൽകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ കാര്യങ്ങൾ വരമേൽപ്പിക്കണം. അതുപോലെ സഹോദരങ്ങളെ, സുപ്രധാനമായിട്ടുള്ള പ്രതീക്ഷ നൽകുന്ന ശക്തമായ ഒരായത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. ഏറ്റവും കൂടുതൽ പാപികൾക്ക്, പാപം ചെയ്യുന്ന, തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ആയത്താണ് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. സൂറത്തുൽ സുമറിലുള്ള 53-ാമത്തെ വചനാണ്. അതിക്രമം പ്രവർത്തിച്ചുപോയ എന്റെ ദാസന്മാരെ, എന്റെ പ്രിയപ്പെട്ട ദാസന്മാരെ, അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ പരാമർശിക്കുന്ന വിഷയം നീതിയെ സംബന്ധിച്ചാണ്. ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്ത് 3 കാര്യങ്ങളാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലിരുത്തേണ്ട 3 കാര്യങ്ങൾ. അതിലൊന്ന് അദില് എന്നുള്ളതാണ്. അമിതമാക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യാതെ ഓരോ കാര്യത്തിനും അതിന്റെ മധ്യമവും മിതവുമായിട്ടുള്ള നില കൈക്കൊള്ളുക. ഇതാണ് ഇസ്ലാമിന്റെ സമീപനം. ഇപ്പൊ ആരാധന നിർവഹിക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏത് നേരവും ആരാധന നിർവഹിക്കാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പള്ളിക്ക് ജമാഅത്തായിട്ട് ജുമാഅക്ക് വരാൻ വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ ഉടനെ നമുക്ക് കാണാൻ പറ്റും, നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചു കൊള്ളുക, നിങ്ങൾ ഭൂമിയിലേക്ക് പരക്കുക, എന്നിട്ട് നിങ്ങൾ ഉപജീവനം തേടാനാണ് പറഞ്ഞത്. അപ്പൊ ആരാധന നിർവഹിക്കുന്നതോടൊപ്പം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മധ്യമ നിലപാടാണ് ഇസ്ലാമിലുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതും സൃഷ്ടികളെ സംബന്ധിച്ചുള്ളതുമായ ഏത് കാര്യത്തിലും ഈ അദില് എന്നുള്ളത് നിർബന്ധമാണ്. ഓവറാവാൻ പാടില്ല. നീതി പാലിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അനീതി. അത് ഏറ്റവും വലിയ അക്രമമാണ്. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു അംറുൽ ആസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തീർച്ചയായും നിന്റെ ശരീരത്തോട് തനിക്ക് കടമയുണ്ട്. ഇത് നമ്മൾ കേൾക്കേണ്ട കാര്യമാണ്. തന്റെ ശരീരത്തോട് തനിക്ക് കടമയുണ്ട്. തന്റെ കണ്ണുകളോടും തനിക്ക് കടമയുണ്ട്. തന്റെ ഭാര്യയോടും തനിക്ക് കടമയുണ്ട്. തന്നെ സന്ദർശിക്കുന്നവരോടും തനിക്ക് കടമയുണ്ട്. അതുകൊണ്ട് എല്ലാ മാസവും താൻ 3 സുന്നത്ത് നോമ്പ് നോറ്റാൽ മതി. ഇപ്പൊ നോമ്പ് നോൽക്കാൻ വേണ്ടി തപസ് ചെയ്യുന്ന, എന്നും നോമ്പ് എടുക്കുന്ന ഒരാള്
അള്ളത് പ്രോത്സാഹിപ്പിക്കില്ല. അതാണ് സുന്നത്തായ നോമ്പ്. 3 മതി. ആ 3 എന്ന് പറഞ്ഞാൽ തനിക്ക് ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലം ഉണ്ടായിരിക്കും. അപ്പോ അത് കാലം മുഴുവൻ നോമ്പ് കാലം മുഴുവൻ നോമ്പ് നോറ്റിരുന്നില്ലേ? ഒരു മാസത്തിന് 3 നോമ്പ് എന്ന് പറഞ്ഞാൽ 30 ദിവസവും നോമ്പ് നോറ്റതിന് തുല്യമായിട്ടുള്ള പ്രതിഫലം ഉണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ ഇസ്ലാം ലാളിത്യമാണ്, ലളിതമാണ്. ഈ നീതി പാലിക്കാനുള്ള വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തോട് നീതിയുണ്ട്. അപ്പൊ പട്ടിണി എടുക്കാൻ പാടില്ല. നോമ്പ് അനുഷ്ഠിക്കുന്ന സമയം പട്ടിണി പകൽ സമയം അനുവാദമാണ്. രാത്രി സമയം പട്ടിണി എടുക്കാൻ പാടില്ല. രാത്രിയും തുടർച്ചയായിട്ട് നോമ്പ് നിൽക്കാൻ പറ്റില്ല. നീ നീതിപാലനത്തിൽ ഒന്നാമത്തെ സ്ഥാനം. ഏറ്റവും വലിയ നീതി നമ്മൾ ആരോടാ സഹോദരങ്ങളെ ചെയ്യേണ്ടത്? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹിനോടാണ്. കാരണം അള്ളയാണ് അധികാരങ്ങൾക്ക് അവകാശിയായിട്ടുള്ളത്. ഈ ലോകത്തിന്റെ മുഴുവൻ ഉടമസ്ഥാവകാശം ജബ്ബാറായിട്ടുള്ള നീതിമാനായിട്ടുള്ള അള്ളാഹുവിനാണ്. അതുകൊണ്ട് അനീതികളിൽ ഏറ്റവും ഗൗരവമേറിയ അനീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നീതിക്ക് സാക്ഷിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അനീതിയിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ ഏറ്റവും വലിയ അനീതി എന്താണ്? ഇന്ന ശിർക്കൽ അവ്വലുൻ അദീം. വിശുദ്ധകുലം പറയാൻ തീർച്ചയായും ശിർക്ക് എന്നുള്ളത് വമ്പിച്ച അനീതിയാണ്, അക്രമമാണ്. ഇന്ന് ആളുകൾ സംശയിക്കുകയാണ്, തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ യുവ തലമുറയെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി പോസ്റ്റുകൾ നിരന്തരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? അള്ളാഹ് ഉണ്ടോ? അള്ളാഹ് നീതിമാനാണോ? അള്ളാഹ് ഉണ്ടെങ്കിൽ പാവപ്പെട്ടവൻ എന്തുകൊണ്ടാണ് പാവപ്പെട്ടവനാകുന്നത്? നമ്മുടെ പരിമിതമായ ബുദ്ധി വിവേകം വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ നീതി എന്ത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ വിഷയം ഏകനായ അള്ളാഹിനെ ആരാധിക്കുക, അത് നീതിയാണ്. 2, ഈ ആയത്ത് പരാമർശിച്ച കാര്യം ഇഹ്സാനാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ ചോദിക്കുന്നുണ്ട്, മനിൽ ഇഹ്സാൻ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അൻ തഅബുദല്ലാഹ് കഅന്നക തറാഹു ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അള്ളാഹുവെ കാണുന്നത് പോലെ, അള്ളാഹിനെ നീ നേരിട്ട് കാണുന്നത് പോലെ നീ അവനെ ആരാധിക്കണം. നീ അവനെ കാണുന്നില്ലെങ്കിലും തീർച്ചയായും അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വുളു നീതിപൂർവ്വമാവണം, നൃത്തം നീതിപൂർവ്വമാവണം, പ്രാർത്ഥന നീതിപൂർവ്വമാവണം, വിശ്വാസം നീതിപൂർവ്വമാവണം. അതിൽ തെറ്റുണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ. നിർബന്ധ കടമകൾ പോലെ ഐച്ഛികമായിട്ടുള്ള ദാനധർമ്മങ്ങൾ. ഇപ്പൊ സക്കാത്ത് കൊടുക്കുന്നു, നിർബന്ധ കർമ്മമാണ്. സ്വതക്ക എന്നുള്ളത് ഐച്ഛികമായിട്ടുള്ള കർമ്മമാണ്, അത് നീതിയാണ്. പരോപകാര പ്രവർത്തനങ്ങൾ, ഇപ്പോ SIR എന്ന് പറഞ്ഞ സംവിധാനം വന്നു. പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല. അപ്പൊ അറിവുള്ള അറിവില്ലാത്ത ആളുകൾക്ക് അതിന്റെ അപേക്ഷകളും അതിന്റെ ഫോമുകളും ഒക്കെ പൂരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ജനോപകാര പ്രവർത്തനമാണ്. അതൊരു നീതിക്ക് സാക്ഷ്യം വഹിക്കലും പുണ്യകർമ്മങ്ങളിൽ പ്രവേശിക്കലുമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ മറ്റൊരു കാര്യം, നിങ്ങൾ പുണ്യകർമ്മങ്ങളിൽ നിരതരാവണം. ഇങ്ങോട്ട് തിന്മ ചെയ്ത ആളോട് അങ്ങോട്ട് തിന്മ ചെയ്യാതെ നന്മ ചെയ്തു കൊടുത്തുകൊണ്ട് ഏറ്റവും മേലേക്കിടയിലുള്ള നന്മയാണ്. നമ്മളോട് ഒരാൾ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അനീതിയും അക്രമവും പ്രവർത്തിച്ച ആളോട് ഏറ്റവും മാന്യമായിട്ട് അങ്ങോട്ട് പ്രത്യുപകാരം ചെയ്യുക. സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് ഖുർആൻ ഈ ആയത്തിൽ ഉണർത്തുന്ന വിഷയം ഇതാഇദുൽ ഖുർബ, കുടുംബ ബന്ധമുള്ള ആളുകൾക്ക് കൊടുക്കണം. പാവങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങളുടെ ബന്ധുക്കൾ, കുടുംബ ബന്ധത്തിൽ രക്തബന്ധമുള്ള ആളുകളെ കൂടുതൽ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ സഹായം ചെയ്യണം. അത് പുണ്യകർമ്മമാണ്. സന്ദർഭവും ആവശ്യവും അനുസരിച്ചുകൊണ്ട് അടുത്ത ബന്ധുക്കൾക്ക് ധനം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തു കൊടുക്കുന്ന എല്ലാ നന്മകളും, അതാണ് ഇതാഇദുൽ ഖുർബ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി ഇവിടെ വിരോധിക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നെന്താണ്? അൽ ഫഹ്ഷ ആണ്, നീചവൃത്തി.
ഇച്ഛകൾക്കും വികാരങ്ങൾക്കും വഴങ്ങി കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന നമ്മുടെ സ്വന്തം ഇച്ഛ നമ്മളോട് പറയാണ് വ്യഭിചരിക്കാൻ, തമ്മാടിത്തം ചെയ്യാൻ, വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാൻ. അതിനെ നമ്മൾ അനുസരിക്കുമ്പോ നമ്മൾ സ്വാഭാവികമായും പെട്ടുപോകുന്ന ദുർവൃത്തികളിലാണ്, ഫഹ്ഷാൻ. യൂസുഫ് നബി അലൈഹിസ്സലാം അസീസിന്റെ കൊട്ടാരത്തിൽ ഭാര്യ സുലൈഖ തന്റെ ലൈംഗികമായ ദാഹം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു പ്രവാചകനെ സമീപിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് ഇതിനേക്കാൾ അഭികാമ്യം തടവറയാണ്, ആ തടവറയിൽ പോയി ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം ഞാൻ ചെയ്യൂല. അപ്പൊ ഫഹ്ഷ ആയിട്ടുള്ള ദുർവൃത്തികൾ അള്ളാഹു വിരോധിക്കുന്നു. രണ്ടാമതായിട്ട് ഈ ആയത്തിൽ കാണാൻ പറ്റും മുൻകർ, ദുരാചാരങ്ങൾ, വെറുക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മതദൃഷ്ട്യ നിഷിദ്ധമായിട്ടുള്ള എല്ലാം, പൊതുവെ വെറുക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പെടുന്നുണ്ട്. അത് നമ്മൾ ഒഴിവാക്കണം. ഇപ്പൊ മദ്യപാനം എന്നുള്ള സംഗതി, ചൂതാട്ടം എന്നുള്ളത്, ലോട്ടറി എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ആളുകൾക്ക്. എന്നാൽ ഇസ്ലാം അത് വിരോധിക്കുന്നു. അധ്വാനിച്ചുകൊണ്ടാണ് നീ പണം ഉണ്ടാക്കേണ്ടത്. അന്യന്റെ മുതല് നമ്മൾ കൈവശപ്പെടുത്താൻ പാടില്ല അനധികൃതമായിട്ട്. ഈ അടുത്ത് ഒരു കുടുംബത്തിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് എന്റെ അടുത്ത ആളുകൾ വന്നു. അപ്പൊ ഒരു സഹോദരൻ പറയാണ്, വർഷങ്ങളായിട്ട് എന്റെ ബാപ്പന്റെ മുതൽ എനിക്ക് കിട്ടില്ല. കാരണം ഞങ്ങൾക്ക് 2 സഹോദരിമാരാണുള്ളത്, എനിക്കൊരു ഉമ്മണ്ട്. ഉമ്മ സ്വത്ത് വീതിച്ചു തരുന്നില്ല. ഉമ്മ പറയുന്നത് ഈ സ്വത്ത് തുല്യമായിട്ട് ഓരി വെക്കണം. ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമപ്രകാരം പെണ്ണിന് ആണിന്റെ പകുതിയേ ഉള്ളൂ. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ ആ നിയമം അനുസരിച്ച് ഓഹരി വെക്കാൻ ഈ ഉമ്മ സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവര് ഒരു ഫോക്കസ് ആയിക്കൊണ്ട് ഈ മകനെ ഒറ്റപ്പെടുത്തുന്നു. അനീതിയാണ്. ഇങ്ങനെയുള്ള അനീതി ഇപ്പൊ പല കുടുംബങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വാപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വാപ്പന്റെ സ്വത്ത് ഓഹരി വെക്കാൻ മടി കാണിക്കുന്നു. എന്നിട്ട് മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞിട്ടും അത് ഓഹരി വെക്കാതിരിക്കുകയാണ്. വലിയ അനീതിയാണ് സഹോദരന്മാരെ. അപ്പൊ അതിലിന് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളൊരു കാര്യം പറഞ്ഞിട്ട്, അള്ളാഹുവിന്റെ റസൂലൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളത് ധിക്കരിക്കുകയാണെങ്കിൽ അത് അനീതിയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ആ നീതിക്ക് സാക്ഷി നിൽക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നീതി എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്ത തലങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്നെന്താണ്? ഒന്നാമത്തെ നീതി എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടുള്ള നീതിയാണ്. വീണ്ടും ഞാൻ സൂചിപ്പിക്കുകയാണ്, തൗഹീദ് എന്നുള്ള സംഗതി. ഇത് ഞാൻ ഇവിടെ വന്ന് നിസ്കരിക്കുമ്പോ ഒരു ദിവസം 17 തവണ ഞാനത് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നതിനനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അനീതിക്ക് സാക്ഷി നിന്നു. അള്ളാഹിനോട് പറയാണ്, നീ സൃഷ്ടാവാണ്, നീ എന്റെ യജമാനനാണ്, ഞാൻ നിന്റെ അടിമയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. അത് അനീതിയാണ് സഹോദരന്മാരെ. രണ്ടാമത്തത് സ്വന്തത്തോടുള്ള നീതി. സ്വന്തത്തോട് നീതി പുലർത്തണം, ശരീരത്തിനോടും മനസ്സിനോടും. നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് അവകാശമുണ്ട്, പട്ടിണി ചേർക്കാൻ പറ്റൂല, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, വൃത്തിയിൽ ജീവിക്കണം, മാന്യമായിട്ട് മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കണം. ഇതൊക്കെ നീതിയിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ ജനങ്ങളോട് നീതി പാലിക്കേണ്ടതുണ്ട്. ജനങ്ങളെ നിങ്ങൾ പ്രയാസപ്പെടുത്താൻ പാടില്ല. ജനനായകന്മാർ ഇലക്ഷൻ വരാൻ പോവാ. ഇപ്പൊ എല്ലാവരും ഏത് പോസ്റ്റർ എടുത്താലും ഏത് ബാനർ എടുത്താലും കാണും എല്ലാവരും ചിരിച്ച മുഖാണ്. വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഒരു ചിരി. എന്നിട്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് അധികാരം കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അനീതി പ്രവർത്തിക്കുന്ന ജനനായകന്മാർ വലിയ കുറ്റാണ്. കാരണം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അധികാരം എന്നുള്ളത് ചോദിച്ചു വാങ്ങാനുള്ളതല്ല, ഒരു അമാനത്താണ്. കഴിയുന്നതും അത് ഇല്ലാതെക്കുന്നുള്ളതാണ് ഏറ്റവും ഹൈറ്. ഏറ്റവും വലിയ ഹൈറതാ. ഓരോരുത്തരും അധികാരങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഞാനൊരു പഞ്ചായത്തിന്റെ മെമ്പറായി മാറുമ്പോ ആ പഞ്ചായത്തിലുള്ള പല പ്രശ്നങ്ങളുടെയും കസ്റ്റോഡിയൻ ഞാനായിട്ട് മാറും. ഇന്നാണ് ആളുകൾ ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യുമ്പോൾ നീതി ഞാൻ പാലിച്ചിട്ടില്ലെങ്കിൽ, ഒരാളവിടെ പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് പെൻഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരാളുടെ അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു നാട്ടിലേക്കുള്ള റോഡ് മുടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങാതിയെ മറുപടി പറയണം. ചിന്തിക്കുണ്ടാരെങ്കിലും
ഇതൊക്കെ ഭയങ്കര അലങ്കാരാന്ന് വിചാരിച്ചിട്ട് ചാടി അങ്ങോട്ട് വീഴാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജനങ്ങളോടുള്ള നീതി സമ്പത്തോ ദരിദ്രനോ ഒന്നും നോക്കാതെ, ശത്രുവോ മിത്രോ ഒന്നും നോക്കാതെ എല്ലാവരോടും നീതി പാലിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഡ്യൂട്ടിയാണെന്നാണ് അല്ലാഹു റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നീതിക്ക് സാക്ഷി നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പള്ളിയിൽ നമ്മൾ വളരെ കുറഞ്ഞ സമയമാണ് ഇരിക്കുന്നത്. നമ്മളെ കൂടെ ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. ആരാ? പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. ഷെയ്ത്താന് പണി എന്താ അറിയോ? ഒരു 20-25 മിനിറ്റാണ് ഇപ്പോൾ ആകെ ഇവിടെ ഖുത്ബ ഉണ്ടാവുക. അതിലപ്പുറമൊന്നും ഞാൻ പറയില്ല. അപ്പം ആ ടൈമിൽ ഒരർക്കം വരും. മൊബൈൽ എടുത്തായിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരർക്കം വരില്ല. എത്ര ജാഗ്രതയാണ് നമുക്ക്, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ വരും, തോണ്ടി കൊള്ളാലോ കൊള്ളാലോ അങ്ങനെ സ്വൈപ്പ് ചെയ്യാം. പള്ളി വന്നാലും അവർക്ക് ക്ഷീണമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതിനുള്ള പ്രാഥമികമായ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മളിങ്ങനെ കയറേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിലെ സ്പർശിക്കുന്ന കാര്യമാണ് ഞാൻ ഈ മിമ്പറിന്ന് സംസാരിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ അനീതിയിൽ വരുന്ന കാര്യമാണ് അധാർമികമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ. കടം വാങ്ങി അങ്ങനെ കൊടുക്കൂല. ഇത് ചോദിക്കുമ്പോൾ കൊടുക്കണ എന്താണ്? ഈ ചങ്ങാതി ആ ടൈമിനെ തരുന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദിച്ചത് ശരിയാണോ? അങ്ങാടിന്നാ ചോദിക്കണേ, എത്ര വട്ടാ വിളിക്കണേ? ആ പൈസ അത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? അത് പല രൂപത്തിലും നമ്മൾ സമീപിച്ചിട്ടുണ്ടാവും. പിന്നെ ആ പൈസ ചോദിച്ചിട്ട് ഓനടുത്ത് കിട്ടും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിക്കാൻ തയ്യാറായിട്ടില്ല. അത്ര ഗൗരവമുള്ള വിഷയമാണ്. പലപ്പോഴും കടം ആളുകൾ വാങ്ങുന്നത് ആർഭാടത്തിനും ആഡംബരത്തിനും ടൂർ പോകാനും കല്യാണം നടത്താനും തോന്നിവാസങ്ങൾക്കും വേണ്ടിയിട്ടാണ്. കടം എന്നുള്ള വലിയ വിഷയമാണ്. അധ്വാനിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കണം. അമിതമായി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കരുത്. നമ്മളുടെ കപ്പാസിറ്റി എന്താ, നമ്മുടെ ഇൻകം എത്രയാണ്, നമ്മുടെ വരുമാനം എത്രയാണ് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പല തട്ടിപ്പിലും നമ്മുടെ ആളുകൾ മെമ്പേഴ്സ് ആവാം. അതിന്റെ പേര് മുസ്ലിമാണ്. സാമ്പത്തികമായ ചൂഷണങ്ങൾ, അല്ലെ? കോടിക്കണക്കിന് രൂപയൊക്കെ ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടത്തിയിട്ട് മുങ്ങുക. അവർക്ക് മരിച്ചു പോകണ്ടേ? ഓരോരുത്തരും പല ആവശ്യങ്ങൾക്കും വേണ്ടി അവരുടെ കയ്യിൽ കൊടുത്ത പണം തട്ടിപ്പ് നടത്തുകയാണ്. അതുപോലെ ശമ്പളം വൈകിപ്പിക്കുക. ശമ്പളം കൊടുക്കൂല. ഒരാളെ കൊണ്ട് അധ്വാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കുള്ള ശമ്പളം പെട്ടെന്ന് കൊടുക്കുക. നീതിയാണ്, അത് നിഷേധിക്കാൻ പാടില്ല. എന്നിട്ട് പറയാ, ഇവിടെ പൈസ ഉണ്ടെങ്കിൽ തരൂലേ, ആ ജോലി ചെയ്യിപ്പിക്കണോ? പൈസ അല്ലെങ്കിൽ ജോലി ചെയ്യിപ്പിക്കണോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ അനീതി പ്രവർത്തിക്കുന്ന ആളുകൾ. ഭാര്യ ആരാണ്? ഭാര്യയ്ക്ക് ഭാര്യയുടേതായിട്ടുള്ള റോള് വീട്ടിലിന് മീസാക്കാൻ വലിയ ബലിഷ്ഠമായ കരാറ് വാങ്ങിയിട്ടാണ് ആ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. അതിനെ കഷ്ടപ്പെടുത്താൻ പാടില്ല. അതിന് നോക്കാൻ പറ്റില്ല, ആളെ കൊണ്ടുപോയാക്കിക്കളാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെണ്ണിന്റെ കാര്യത്തിൽ അള്ളാഹ് നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിലാ പറഞ്ഞത്. പെണ്ണിനുള്ള മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾ പരിഗണിക്കണം, ശാരീരിക ആവശ്യങ്ങൾ പരിഗണിക്കണം, അവളുടെ ഉമ്മനെയും കുടുംബത്തെയും നിങ്ങൾ പരിഗണിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അവരെ നിങ്ങൾ മാനസികമായിട്ട് ഹറാസ് ചെയ്യരുത്. അതുപോലെ ഭർത്താക്കന്മാരെ ഇടങ്ങറാക്കുന്ന ഭാര്യമാരുണ്ട്, സ്വൈര്യം കൊടുക്കാത്തവരുണ്ട്. നിരുമുരായി ഏതു നേരവും സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളൊന്നും പരിഗണിക്കാതെ സ്വൈര്യം കൊടുക്കുന്ന ആളുകൾ. ആ വീട്ടിലുള്ള ആളെ കണ്ടില്ലേ, ഈ വീട്ടിലുള്ള ആളെ കണ്ടില്ലേ, ഈ ചങ്ങാതിയുടെ പോക്കറ്റിൽ പൈസ ഉണ്ടോ എന്നുള്ളത് നോക്കണ്ടേ? എല്ലാ ഭർത്താക്കന്മാരെയും പോലെ നിങ്ങളുടെ ഭർത്താവിന് ജീവിക്കാൻ പറ്റണമെന്നില്ല. അവിടെ ക്ഷമ അവലംബിക്കണം. ക്ഷമ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യമാണ്. അതുപോലെ മാതാപിതാക്കളോട് മാന്യമായിട്ട് പെരുമാറണം. അവരെങ്ങൾ നോക്കണം. നിങ്ങൾ എല്ലാ സൗകര്യം കഴിഞ്ഞിട്ട് നോക്കേണ്ടവരല്ല നിങ്ങളുടെ മാതാപിതാക്കൾ.
വഹ്നൻ അലാ വഹ്ൻ, ക്ലേശങ്ങൾക്ക് മുകളിൽ ക്ലേശം സഹിച്ചിട്ടാണ് ആ മാതാവ് നിന്നെ ഗർഭം ധരിച്ചതും പോറ്റി വളർത്തിയതും. കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കണം. എന്റെ സൗകര്യത്തിനല്ല, നിന്റെ സൗകര്യത്തിന് നോക്കാതെ അവരുടെ സൗകര്യത്തിന് വാങ്ങിക്കൊണ്ട് അവരെ നോക്കാൻ നീ നിന്നുണ്ടെങ്കിൽ ദുനിയാവും കിട്ടും ആഖിറത്തും കിട്ടും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രായം ചെന്ന മാതാപിതാക്കൾ നിങ്ങളുടെ കസ്റ്റഡിയിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു ജീവിക്കുക നിങ്ങൾ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുന്ന സമയത്ത് ഒരിക്കൽ ആമീൻ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം ആമീൻ പറയാൻ പറഞ്ഞപ്പോഴാണ്. എന്താ വിഷയം എന്നറിയങ്ങള്? പ്രായം ചെന്ന മാതാപിതാക്കൾ ഒരാൾക്ക് കിട്ടിയിട്ട് ആ പ്രായം ചെന്ന മാതാപിതാക്കൾ മുഖേന സ്വർഗം കരസ്ഥമാക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആ വ്യക്തി വിദൂരമാവട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയാണ്. അപ്പൊ അതിൽ നമ്മൾ പെടരുത്. അതുകൊണ്ട് മക്കളുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയമായതുകൊണ്ട് പ്രത്യേകം പറയുന്ന 2 ആൺകുട്ടികളുണ്ട്. ഈ ആൺകുട്ടി പറയാണ്, എന്റെ അമ്മ എന്നെ പരിഗണിക്കുന്നില്ല, എന്റെ വാപ്പ പരിഗണിക്കുന്നില്ല, എല്ലാ പരിഗണനയും മൂത്ത കുട്ടിക്കാണ്. പാടില്ല. മക്കൾക്കിടയിൽ നീതി പാലിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും. നിങ്ങൾ സ്വത്ത് ഒരാൾക്ക് പ്രത്യേകമായിട്ട്, ഈ അടുത്ത് വന്നൊരു കേസിൽ 2 സഹോദരന്മാരുണ്ട്. മൂത്താന് വലിയ കാഴ്ചപ്പാടും വലിയ വളവുള്ള ആളാണ്. ഓനെന്ത് ചെയ്ത് റോഡിന്റെ വക്കിലുള്ള സ്ഥലം അത് വാങ്ങിച്ചിരുന്നു. അവിടെ മറ്റവൻ ഏറ്റവും ബാക്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അനീതിയാണ് ചെയ്യുന്നത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, വാക്കുകളിലുള്ള നീതി, വാക്കുകളിലുള്ള നീതി എന്താണത്? പരദൂഷണം പറയുക, അപവാദം പറയുക, ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, അതൊക്കെ നല്ല രസമുള്ള സംഗതിയാണ്. പറയാൻ പാടില്ല, അത് അനീതിയാണ്. വ്യാജവാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴേക്കാണ് പ്രചരിപ്പിക്കുകയാണ്. അത് സത്യമാണോ സത്യമല്ലേ എന്ന് അന്വേഷിക്കാതെ നമ്മൾ ഒരിക്കലും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അത് അനീതിയാണ്. അതുകൊണ്ട് വിശ്വാസിക്ക് അനീതിക്കെതിരിൽ ഒരു നിലപാടുണ്ട്. അതാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശൻആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ശൻആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇഅ്ദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഉറച്ചു നിലകൊള്ളുന്നവരായിരിക്കുന്നു. നിങ്ങൾ ഉറച്ചു നിൽക്കണം. നീതി മുറക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ട് നീതിക്ക് സാക്ഷി നിൽക്കണം. നിങ്ങൾ ഒരു ജനതയോടുള്ള അക്രമം, അല്ലേ, ഒരു ജനതയോടുള്ള അനിഷ്ടം അല്ലെങ്കിൽ അമർഷം, നിങ്ങൾ നീതി പാലിക്കാതിരിക്കാൻ എന്റെ ഗ്രൂപ്പിൽപ്പെട്ട് ഇതൊക്കെ ഇപ്പൊ നീതി. ഗ്രൂപ്പ് ഏതോ ആയിക്കോട്ടെ, അനീതി കാണിക്കാൻ പാടില്ല. ഒരു ജനതയോടുള്ള അമർഷം, നിങ്ങൾ നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ നിശ്ചയമായും പ്രേരിപ്പിക്കാൻ പാടില്ല. ഒരു കിറ്റൊക്കെ വിതരണം ചെയ്യുമ്പോൾ അത് നമ്മളെ ഗ്രൂപ്പ് പെട്ട, മറ്റേ ഇന്ന ഗ്രൂപ്പ് പെട്ട, പാടില്ല. നിങ്ങൾ നീതി പാലിക്കണം. അത് ഭയഭക്തിയോട് കൂടുതൽ അടുപ്പമുള്ളത് എത്രയെന്ന് ഖുർആനാണ് പറയുന്നത്. അള്ളാഹുവെ സൂക്ഷിക്കാൻ പ്രത്യേകമായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് സൂചിപ്പിച്ച വിഷയം നീതിയുടെ പക്ഷത്താണ് നമ്മൾ ഉണ്ടാവേണ്ടത്. അനീതി നമ്മുടെ ഭാഗത്തുനിന്ന് വന്നാൽ നാളെ പരലോകത്ത് വലിയ അപകടത്തിൽ നമ്മൾ പെടും. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ നിലപാടുകൾ സ്വീകരിക്കുക. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പോരായ്മകളും തെറ്റുകളൊക്കെ നമുക്കൊക്കെ പുറത്തു മാപ്പാക്കി തരട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് توفنا مسلما والحقنا بالصالحين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وأصحابه أجمعين.